നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ സനീറ നസീർ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ അബു കൊട്ടാരം വൈസ് പ്രസിഡന്റുമായി. ബിജെപിയിലെ 2 അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കടുത്ത പോരാട്ടത്തിലൂടെ UDF പിടിച്ചെടുത്ത നെല്ലിക്കുഴിയിൽ കോൺഗ്രസിലെ സനീറ നസീറാണ് പ്രസിഡന്റായിരിക്കുന്നത്. മുസ്ലിം ലീഗിലെ അബു കൊട്ടാരം വൈസ് പ്രസിഡന്റുമായി. സനീറ 3-ാം വാർഡ് മെമ്പറും അബു 13-ാം വാർഡ് മെമ്പറുമാണ്. സനീറ മേഘ സനലിനെയും അബു KG ഷാജിയെയും പരാജയപ്പെടുത്തി. 6-നെതിരെ 16 വോട്ടുകൾ നേടിയാണ് UDF വിജയിച്ചത്. BJPയുടെ 2 അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. അബൂബക്കർ കൊട്ടാരം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികമായ കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും UDF നേതാക്കൾ അനുമോദിച്ചു. പഞ്ചായത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്ന് സനീറ നസീറും അബു കൊട്ടാരവും പറഞ്ഞു. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായി സന്തോഷിക്കുന്നു. പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയോടെ നാടിൻ്റെ സമഗ്ര വികസനത്തിനായി എന്നും പ്രയത്നിക്കും. നെല്ലിക്കുഴി ടൗണിൽ UDF ആഹ്ലാദ പ്രകടനം നടത്തി. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളും നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. GTV ന്യൂസ്, നെല്ലിക്കുഴി.